എന്നുള്ളത്. രണ്ടാമത്തേത് അള്ളാഹുവിനെയും സൃഷ്ടികളെയും ഒരു കാര്യത്തിൽ ചേർത്തി പറയാം. അതെങ്ങനെ? പിന്നെ മാഷാ അല്ലാഹു വശിഅ്ത എന്ന് പറഞ്ഞു. ഒരു വ്യക്തി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് മാഷാ അല്ലാഹു വശിഅ്ത. നബിയെ, അള്ളയെ നിങ്ങൾ ഉദ്ദേശിച്ചാൽ സംഗതി നടക്കുമെന്ന് പറഞ്ഞു. നമ്മളും പറയില്ലേ, വല്ല പൈസക്കാരനോട് കളക്ഷൻ ഒക്കെ പോയിട്ട് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. അപ്പൊ ഒരുമിച്ച് പറയാൻ പാടില്ല. അള്ളാഹ് നിങ്ങൾ ഉദ്ദേശിച്ചാൽ നമുക്ക് ആ പള്ളി പെട്ടെന്ന് ഉണ്ടാവും. ആചാര്യ, അള്ളാഹ് നിങ്ങൾ ഉദ്ദേശിച്ചാല് പള്ളി പെട്ടെന്ന് വരും, അല്ലെങ്കിൽ ഇന്ന സ്ഥാപനം പെട്ടെന്ന് നമുക്ക് ഉഷാറാക്കി എടുക്കാം. അങ്ങനെയല്ല പറയേണ്ടത്, അങ്ങനെ പറയാൻ പാടില്ല അല്ലെ? അപ്പൊ അറബിയിൽ അത് വാവുന്നാണ്, മാഷാ അല്ലാഹു വശിഅ്ത. അതേപോലെ അർജുല്ലാഹ അർജൂക വ അർജുല്ലാഹ്, ഞാൻ നിങ്ങളെയും അള്ളാഹിനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന വാക്ക് അല്ലെ? ആകെയുള്ള പ്രതീക്ഷ അള്ളാഹ് നിങ്ങളാണ്. തമാശ ഇങ്ങനെ പറയൂലേ, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല, ഒരുമിച്ച് പറയാൻ പാടില്ല. അള്ളാഹ് കഴിഞ്ഞാൽ അങ്ങനെ പറയാം. ഒരുമിച്ച് പറയുമ്പോ അതിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ യൂഹിമു തശ്ബീഹ വൽ മുസാവാത്ത്, അതൊരു തുല്യത തോന്നിപ്പിക്കും. അപ്പൊ തുല്യത തോന്നിപ്പിക്കുന്ന ഒരു വാക്ക് നമ്മൾ പറയാൻ പാടില്ല എന്നാണ്. അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്, ആ രീതിയിൽ പറയാം. അള്ളാഹ് കഴിഞ്ഞാൽ മനുഷ്യന്മാർ അതെന്താ, അത് മഫ്ഹൂമാണ്, ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യം. അള്ളാഹ് നിങ്ങളാണ് അങ്ങനെ പറയുമ്പോ അതൊരു തുല്യതപ്പെടുത്തലുണ്ട് അല്ലെ? തുല്യപ്പെടുത്തലുണ്ട്. അത് നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോ മാഷാ അല്ലാഹു വശിഅ്ത എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്താണ്, ഗൗരവത്തിൽ തിരുത്താണ്. എങ്ങനെ തിരുത്തി? അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ അള്ളാഹുവിലേക്ക് തുല്യപ്പെടുത്തുകയാണോ, നിദ്ദുണ്ടാക്കുകയാണോ, എന്നെയും അള്ളാഹുവിനെ നീ തുല്യപ്പെടുത്തുകയാണോ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു മാഷാ അല്ലാഹു വഹ്ദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറയും എന്നാണ്. അപ്പൊ അത് നമ്മള് അള്ളാഹുവിനെ കൂട്ടി പറയുന്ന ആ വാക്കുകൾ ഒഴിവാക്കാം. അള്ളാഹു നിങ്ങൾ ഉദ്ദേശിച്ചാൽ അങ്ങനെയുള്ള വാക്ക് പറയാതിരിക്കുക. ആകെയുള്ള പ്രതീക്ഷ അള്ളാഹു നിങ്ങളാണ്, അങ്ങനെയുള്ള വാക്കൊക്കെ ഒഴിവാക്കുക എന്നാണ് പണ്ഡിതൻ